അഞ്ചാലമൂട് KSEB ഓഫീസ് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തതായി പരാതി. ചൊവ്വാഴ്ച രാത്രി 11:30 സംഭവം. കാറിലെത്തിയ 4 സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ജീവനക്കാർ പറഞ്ഞു. 2 ജീവനക്കാർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓഫീസിലുണ്ടായിരുന്ന കസേര, മേശ, ലൈറ്റുകൾ, ഫോൺ, ജനലുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയാണ് അക്രമി സംഘം അടിച്ചു തകർത്തത്. ലൈൻമാൻ സുഷിൻ മോൻ, സബ് എഞ്ചിനീയർ അജയ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ. കണ്ടച്ചിറ ഭാഗത്തുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസ് പറഞ്ഞു. 11 മണി കഴിഞ്ഞതിന് ശേഷം ഒരു വാഹനത്തിൽ കുറേ പേര് വന്നിട്ട് ഓഫീസിൽ ജീവനക്കാരുമായിട്ട് സംസാരം ഉണ്ടാകുകയും സംസാരിച്ചിട്ട് ജീവനക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഒരു ലൈൻമാനെ പിടിച്ച് തള്ളി അയാൾ വീഴ്ചയിൽ അയാൾക്ക് കൈക്ക് വരുത്തി വെച്ചു. ഒരു ജീവനക്കാരൻ്റെ തലയ്ക്ക് അടിയേറ്റു. ഒരു ടച്ചിങ്സ് എടുക്കുന്ന കോൺട്രാക്ടർ പയ്യനെ കണ്ണത്തടിച്ച് അവിടെ 2 പല്ല് പോയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ബുധനാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തി. തുടർന്ന് പോലീസും വൈദ്യുതി ബോർഡ് ജീവനക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിച്ചത്. അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസുകാർ ഉറപ്പു നൽകി. വൈദ്യുതി തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസമായി KSEB ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്. വെസ്റ്റ് CI കമറുദ്ദീന്റെ നിർദ്ദേശപ്രകാരം അഞ്ചാലമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.